വലിയ ഹൈപ്പിലൊക്കെ വരച്ച് വന്നിട്ട് എനിക്ക് ലാസ്റ്റ് അബദ്ധം പറ്റി ഗൈസ്. മിഥുനം സിനിമയിൽ ജഗതി തേങ്ങ ഉടയ്ക്കുമ്പം പറയുന്നത് പോലെ ഞാൻ ഇപ്പം തീരും, തീരാറായി, ഇപ്പം തീരും എന്ന ഒരു ലെവലിലൊക്കെ ആയിരുന്നു. അപ്പം ദാ നമ്മുടെ വരച്ച ഫോട്ടോയുടെ ഈ പോർഷൻ ഉണ്ടല്ലോ, എന്തോ ഒരു മെനകേടില്ലേ, അവിടെ എന്ത് വരച്ച് ഫില്ലാക്കുമെന്ന് ആലോചിച്ച് എനിക്കൊരു ഐഡിയ കിട്ടി. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വരയ്ക്കാനിരുന്നപ്പോഴാണ് താഴത്തെ ചേച്ചി ചക്കയിടാൻ വന്നത് കേട്ടോ. അങ്ങനെ ചക്കയുടെ പകുതിയും വാങ്ങിയിട്ട് അതിനകത്തുനിന്ന് കുറേ ചുളയും അടത്തിയെടുത്ത് ഞാൻ വരയ്ക്കാൻ പോയേ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞാൻ വരയ്ക്കുന്നത്. എനിക്ക് വരയ്ക്കാൻ ടേബിളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മുറിയിൽ നിലത്തിരുന്നാണ് വരയ്ക്കുന്നത്. ഒരാളെനിക്ക് ടേബിളൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നടക്കുമായിരിക്കും. പിന്നെ നമ്മുടെ സഞ്ജുവിനെ ഞാനിവിടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി എൻ്റെ സാധനങ്ങളൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ വര തുടങ്ങി കേട്ടോ. ഞാൻ എന്തുവാ അവിടെ ഫില്ല് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു കുരിശാണ്. സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഐഡിയ അല്ല. നമ്മൾ റെഫറൻസ് ഫോട്ടോയിൽ തന്നെ ഒരു കുരിശും അതിൽ ദൈവം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് വരയ്ക്കാതിരുന്നു കേട്ടോ, മടി കാരണം. പിന്നെ ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി പിന്നെ കുരിശ് മാത്രം അങ്ങ് വരച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വരച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാമെന്ന് ഓർത്ത് കിടന്നപ്പം ദാണ്ടേ സയ്യുവിൻ്റെ പരിപാടിയാട്ടോ ഇത്. റെസ്റ്റ് എടുപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ വരച്ചതിൻ്റെ ഗ്രിഡെല്ലാം അങ്ങ് മായ്ച്ചു. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളുടെ ഫോട്ടോ വരച്ചു കൊടുത്തു. കുറേ വർഷങ്ങൾക്ക് ശേഷം വരയ്ക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടെൻഷനൊക്കെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിലെ ഗ്രിഡ് ശരിക്കും ഞാൻ മായ്ച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു കേട്ടോ, ഗ്രിഡ് അതിൽ കാണാൻ ശരിക്കും മായ്ച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്രിഡെല്ലാം ഞാനങ്ങ് നല്ലപോലെ മായ്ച്ചു കേട്ടോ. അപ്പം രാവിലെ അലക്കിയിട്ട തുണി എൻ്റെ പൊന്ന് പിറക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.